ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ബ്രെഡ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് ഉണ്ടാക്കുന്നതിന് മെയിനായിട്ട് നമുക്ക് മൈദയാണ് വേണ്ടത്. ഒരു 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം. ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഹണി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും. അത് കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു ക്ലിഞ്ച് പേപ്പറോ അല്ലെങ്കിൽ ഒത്തിരി ക്ലീൻ ആയിട്ടുള്ള ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വരുന്നതാണ്. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായിട്ട് വരും. അപ്പം ഇത് ഫെർമെൻ്റായി വന്നതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഈ ഒലിവ് ഓയിൽ എല്ലാ സ്ഥലത്തും കോട്ടാകുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏത് ട്രേയിലാണോ ഈ ബ്രെഡ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേ നന്നായിട്ട് ഒന്ന് ബട്ടർ കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഡോ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മളൊരു 20 മിനിറ്റ് കൂടി ഇങ്ങനെ മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഡോ നന്നായിട്ട് വീണ്ടും ഫെർമെൻ്റ് ആയിട്ട് ഏകദേശം ഇത് ഈ പാനിൻ്റെ മുകളിൽ വരെ വരും. അപ്പോഴത്തേക്ക് നമുക്കിനി ഇത് ഒരു 375 ഫാരൻഹീറ്റിൽ ഒരു 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളിത് കട്ട് ചെയ്യരുത്. ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ബ്രെഡ് മുറിച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി സോഫ്റ്റും അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ് നമ്മളിന്ന് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്